വെൽക്കം ടു ഹിന്ദി ഹാവ് ഡിയർ SSLC സ്റ്റുഡൻസ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഹിന്ദി എക്സാം? നമുക്ക് തന്ന വെയിറ്റേജ് അനുസരിച്ചൊന്നുമല്ല ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. എന്നാലും എക്സാം പ്രതീക്ഷിച്ചതിനേക്കാൾ ഈസി ആയിരുന്നു. പാഠഭാഗം മനസ്സിലാക്കി പോയ മക്കൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത്. നമുക്ക് ആൻസർ കീ നോക്കാം. ഇവിടെ സാമാന്യ നിർദ്ദേശം എന്ന് പറഞ്ഞിട്ട് 2 പോയിന്റ് തന്നിട്ടുണ്ട്. पहला 15 मिनट कूल ऑफ टाइम ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്. ഈ സമയ പ്രശ്നം ആ വാചൻ കറേ അവർ ഉത്തർ ലിഖിനേക്ക് തയ്യാർ കറേ. സമയത്ത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ടൈമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ തന്നെ വായിക്കണം. നെക്സ്റ്റ് പോയിന്റ് വൈകല്പിക പ്രശ്നവും എം സെ കിസി ഏക കാ ഉത്തർ ലിഖേ. ഓപ്ഷൻസ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒന്നിന് ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് റെയിൻ ബസേരെ മേം എന്ന യാത്രാപത്തിൽ നിന്നാണ്. കാര്യമായിട്ടൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. ഇവിടെ യഹാം ശിക്ഷക് കോൻ ഹേ എന്നാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആരാണ് നമ്മുടെ ശിക്ഷകൻ? ലേഖകനാണ്. ഉസ് രാത് കോ മിലേ സമ്മാൻ കോ ലേഖക് സർവശ്രേഷ്ഠ ക്യോ മാൻതേ ഹേ. ആ രാത്രിയിൽ കിട്ടിയ ആദരവ് ലേഖകൻ എന്തുകൊണ്ടാണ് സർവശ്രേഷ്ഠമായിട്ട് കാണുന്നത്? അപ്പോൾ ഇവിടെ തന്നെ അതിന്റെ ആൻസർ വന്നിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ എഴുതാൻ പറ്റില്ല. ലേക്കിൻ ഉസ് രാത് കോ ബൈ ഔർ ആതങ്ക് കെ സായേ മേം ഹി സഹി മുച്ചേ ജോ സമ്മാൻ മില. മുച്ചേ എന്നുള്ളിടത്ത് ലേഖക് കോ എന്ന് കൊടുക്കണം. നമുക്കല്ലല്ലോ, ലേഖകനല്ലേ. ലേഖകന് എന്ത് ആദരവാണോ കിട്ടിയത് വഹാപൂർവത. മേംനെ എന്നുള്ളിടത്ത് ലേഖകനെ. മേംനെ കബി നഹി സോച്ചാതാക്കിയേക്ക് ശിക്ഷകെ രൂപമേം മേരാ മേരാ എന്നല്ല ലേഖക സർവശ്രേഷ്ഠ സമ്മാൻ ഇസ് പ്രകാർ ഹോങ്ക. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇതിലുള്ള അതുപോലെ തന്നെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അരമാർക്ക് നഷ്ടമാവും. നെക്സ്റ്റ് ദില്ലി മേ ഉനീന്ദേവ് എന്ന സംസ്മരണയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. नीचे दिए प्रस्ताव को पढ़ें और सही विकल्प चुनकर लिखे. 4 പോയിന്റ് തന്നിട്ടുണ്ട്. അതിൽ 2 എണ്ണം ശരിയായിട്ടുള്ളതാണ്. അത് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഓട്ടോവാല ഗരീബ് ആദ്മി ഹേ. നമ്മുടെ ഓട്ടോക്കാരൻ പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. ആണല്ലോ അല്ലെ. ഓട്ടോവാല ഗാവ് കെ ഘർ മേം സോത്താ ഹേ. അയാൾ ഗ്രാമത്തിലെ വീട്ടിലാണോ താമസിച്ചിരുന്നത്? അല്ല, ഓട്ടോയിലാണ് ഉറങ്ങിയിരുന്നത്. ഗ്രാമത്തിലെ വീട്ടിലാണോ സോത്താ ഹേ ഉറങ്ങിയിരുന്നത്? അല്ല, ഓട്ടോയിലായിരുന്നു. ഓട്ടോവാല ഗാംസിസെ പരേഷാൻ ഹേ. അയാൾ ചുമ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്നു. അയാൾ ഓട്ടോ ഓടിക്കുമ്പോഴൊക്കെ ചുമച്ചുകൊണ്ടിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഗാംസിക്കെ കാരൻ ഓട്ടോവാല ഗാഡി രോക്താ ഹേ. ചുമ കാരണം അദ്ദേഹം ഓട്ടോ നിർത്തിയിരുന്നു. ഇല്ല, ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പൊ ഏതാണ്? 1ഉം 3ഉം ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇതാണ് നിങ്ങൾ ആൻസർ ഷീറ്റിലോട്ട് എഴുതേണ്ടത്. നെക്സ്റ്റ് സംസ്മരണ കെ ഈസ് പ്രസംഗ കെ ആധാർ പർ പടുകഥ കാ ദർശിലികെ. ഈ ഭാഗത്ത് നിന്നാണ് നമുക്ക് പടുകഥ വന്നിരിക്കുന്നത്. പടുകഥയുടെ ഫോർമാറ്റ്സ് ഒക്കെ മക്കൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഈ ഭാഗം നമ്മൾ പടുക്കഥയായിട്ട് ചെയ്തതാണ്. നമ്മുടെ വീഡിയോസ് മുഴുവൻ കണ്ട മക്കൾക്ക് ഇതിനെല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഗിടുക്കി എന്ന ലഘുകഥയിൽ നിന്നാണ്. ഇവിടെ തന്ന 5ഉം 6ഉം ക്വസ്റ്റ്യൻസ് ഇതുപോലെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്തതാണ്. ചൽ ന തേരി ന മേരി ടെട്ട് സൗ പർ പീസ് യഹ് കിസ്നെ കിസ്സെ കഹാ. ഇത് ആരോട് പറഞ്ഞു? പത്നിയാണ് പറയുന്നത്. ഷാൾ ബേച്ചിനെ വാലി യുവതിക്കോ. ഷാൾ ബേച്ചിനെ വാലി യുവതിയോടാണ് പറയുന്നത്. 2 മാർക്കാണ്. അപ്പോൾ ഒരാളെ ആര് പറഞ്ഞു എന്ന് മാത്രമാണ് എഴുതുന്നെങ്കിൽ 1 മാർക്കേ കിട്ടുള്ളൂ. ആരോട് പറഞ്ഞു എന്ന് എഴുതണം. ശബ്ദം കി മദസെ വാക്കി വിസ്താർ കരേ. ഇവിടെ വാക്കി വിസ്താർ കരേ ഇത് തന്നെ നമ്മൾ ചെയ്തതാണ്. ഇവിടെ എങ്ങനെയാണ് വരുന്നത്? യുവതി ബേച്ചതി ഹേ, യുവതി ഷാൾ ബേച്ചതി ഹേ, യുവതി ഷാൾ ഷാൾ ബേച്ചതി ഹേ എന്നാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് യുവതി യുവതി രംഗീൻ ഷാൾ രംഗീൻ ഷാൾ രംഗീൻ ഷാൾ ബേച്ചതി ഹേ എന്നാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് യുവതി ട്രെയിൻ മേ രംഗീൻ ഷാൾ ബേച്ചതി ഹേ. ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ വൈക്യാപ് എന്ന കഹാനിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് കേശവ മൻ ഹി മൻ മുസ്കുരാത്ത ഹെ ക്യോ. കേശവൻ പുഞ്ചിരിച്ചത് എന്തിനായിരുന്നു? നിങ്ങൾ ചിലപ്പോൾ ഇവിടെ മാത്രമേ എഴുതുന്നുള്ളൂ. ചില മക്കൾ എഴുതിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഇങ്ങനെ എഴുതിയാൽ 1 മാർക്കേ കിട്ടുള്ളൂ. ഇത് മുഴുവൻ അതിന്റെ ആൻസർ ആണ്. അപ്പോൾ 2 മാർക്കും കിട്ടുകയുള്ളൂ. अपने सपने के लिए केशव और माम के बीच के സംഭാവിത ബാത്ചീത്ത്. തന്റെ സ്വപ്നത്തെ കുറിച്ച് കേശവനും തന്റെ അമ്മയും തമ്മിലുള്ള സംഭാഷണമാണോ എന്ന് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ബല്ല ഔർ ബോൾ ന മിൽനെ സെ. ബാറ്റും ബോളും കിട്ടാത്തത് കൊണ്ട് കേശവ് ബഹുത്ത് ദുഃഖി ഹുവ. കേശവൻ വളരെ ദുഃഖത്തിലായി. ഇസ് പർ അപ്പനെ മാതാപിതാ കെ ബീച്ച് കി ബാത്ത് ചെയ്ത്. ആ കാരണത്താല് അവന്റെ പാരന്റ്സും അവനും തമ്മിലുള്ള സംഭാഷണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ദോഹയിൽ നിന്നാണ്. റഹീമിന്റെ വളരെ സിമ്പിൾ ആയ ഒരു ദോഹയാണ് വന്നിരിക്കുന്നത്. ദോഹയിൽ കിസ്ക മഹത്ത് ബത്തായ ഗയ. എന്തിന്റെ മഹത്വത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? എന്തിന്റെയാണ്? റഹിമൻദാഗ പ്രേം ക അല്ലെ. പ്രേം ക സ്നേഹത്തിന്റെ. പ്രേം കെ സൂത്രക്കോ ചടക്കേസെ മതത്തോടോ. സ്നേഹത്തിന്റെ ചരട് പെട്ടെന്ന് പൊട്ടിക്കരുത്. ഈ ആശയം വരുന്ന വരി വളരെ അത് വായിച്ചാൽ തന്നെ മനസ്സിലാകും. ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ പരിയിലിടക്കിയിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. വിശേഷൻ ശബ്ദ ചുൻകർ ലീഗെ. അഡ്ജക്റ്റീവ് വേർഡ് തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദാവത്ത് സദ്യ എന്നാണ്. ജീവൻ ആംഗ് കണ്ണ്, ഹരി
ഹരിയാംഗേ എന്ന് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ, ഹരിയാംഗേ. അപ്പൊ ഇവിടെ ഹരി എന്നതാണ് നമ്മുടെ അഡ്ജക്റ്റീവ്. ആൻസർ ഇതാണ്. നെക്സ്റ്റ്, ദാവത്ത് പർ ഹർമൻ ഏക്ക് ലഡ്കി സെ മില. സദ്യക്ക് ഹർമൻ ഒരു പെൺകുട്ടിയെ കണ്ടു. ഹർമന്റെ ആ ദിവസത്തെ ഡയറി എഴുതാൻ, ഇത് നമ്മുടെ വീഡിയോയിൽ ചെയ്തതാണ്. ദാവത്ത് പർ ആയി ലഡ്കിക്ക് ബാരേമേം ബത്താത്തെ ഹർമൻ അപ്പനെ മാംകോ പത്ത് ലിഖ്താ ഹെ. ഹർമന്റെ ആ ദിവസത്തെ കത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സദ്യക്ക് പോയപ്പോൾ ഹർമൻ പെൺകുട്ടിയെ കണ്ടു. ആ ദിവസം ഹർമൻ തന്റെ അമ്മക്ക് എഴുതുന്ന കത്താണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഗലീലിയോയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ ലഡ്കേ കോ ക്യോ ബഡാ മസ ആ ഗയാ. ഇതിന്റെ ആൻസർ ഇവിടെ തന്നെ വന്നിട്ടുണ്ട് അല്ലെ. 12 साल का एक लड़का चांद को देखते हुए एक पहाड़ी पर चढ़ रहा था, उसे लगा कि चांद भी उसके साथ चढ़ रहा था, उसे बड़ा मजा आया. അങ്ങനെ വന്നിട്ടുണ്ട്. ഇത് തന്നെ എഴുതിയാൽ മതി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് പോസ്റ്റർ ആണ്. നമ്മളിവിടെ ഗലീലിയോ ദിവസ് എന്ന പോസ്റ്ററാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇവിടെ വിശ്വ ചാന്ദ് ദിന, ചാന്ദ്ര ദിനത്തെ കുറിച്ചിട്ടാണ്. ജൂലൈ 20 ആണ് വിശ്വ ചാന്ദ് ദിവസ്. ആ ദിവസത്തെ കുറിച്ചിട്ട് പോസ്റ്റർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മക്കളെല്ലാവരും എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, സിലാബിന്തിയിൽ ലടിക്കുക എന്ന കവിതയുടെ ആശയമാണ് മക്കളെ ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ വെയിറ്റേജ് തെറ്റിച്ചുകൊണ്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഈ യൂണിറ്റിൽ നിന്ന് വെറും 6 മാർക്കിനെ നമ്മോട് ചോദിക്കൂ എന്ന് പറഞ്ഞതാണ്. ഈ യൂണിറ്റിൽ നിന്ന് 6 മാർക്കിന് ഒന്നുമല്ല ചോദിച്ചിരിക്കുന്നത്. ഏതായാലും എല്ലാ കവിതയുടെ ആശയവും പഠിച്ചു പോകാൻ പറഞ്ഞിരുന്നു. മക്കൾ പഠിച്ചിട്ടുണ്ടാവും, എഴുതിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ പാഠഭാഗത്തിൽ നിന്നല്ല, പുറത്തു നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ്? ട്രെയിൻ ചൽ രഹി തി, ട്രെയിന് പോയിക്കൊണ്ടിരിക്കുന്നു. മേം ഖിഡ്കി പാസ് ബൈഠി തി, വിൻഡോയുടെ അടുത്തിരിക്കുകയാണ്. സബി യാത്രി ബാത്തോ മേ മഷ്ഗൂൽ ഹോനെ, എല്ലാവരും സംസാരത്തിൽ മുഴുകി. ഏക് ബൂട്ട ആദ്മി തേസി സെ ഡിബ്ബെ മേ ആയ, ഒരു വൃദ്ധനായ മനുഷ്യൻ പെട്ടെന്ന് നമ്മുടെ കമ്പാർട്ട്മെന്റിലോട്ട് വന്നു. ഉസ്കെ സിർ പർ മിഠായി യാം കി ടോക്കരി തി, അവന്റെ തലയിൽ എന്തുണ്ടായിരുന്നു? മിഠായിയുടെ ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു. വഹ് സിർഫ് സാമാൻ ബേച്ച്നെ വാല നഹി താ, അവന് അദ്ദേഹം വെറും സാധനം വിൽക്കുക മാത്രമല്ല ചെയ്തിരുന്നത്. ബീച്ച് ബീച്ച് മേ താലിയാൻ ബജാത്താത, ഇടക്കിടക്ക് കയ്യും കൊട്ടുന്നുണ്ട്. സാത്ഹി ഗീത് ഗാത്താത, കൂടെ പാട്ടും പാടുന്നുണ്ട്. ഇത് നമ്മുടെ ചില മക്കൾ ഇത് ഗിടുക്കി, നമ്മുടെ ഗിടുക്കി എന്ന ചാപ്റ്റർ ആണെന്ന് തെറ്റിദ്ധരിച്ചു പോകും. അല്ല, ഇത് ഗിടുക്കിയല്ല. എന്നിട്ട് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ട്രെയിൻ കെ ചലത്തെ ഹി സബി യാത്രി ക്യാ കർണേ ലഗി. ട്രെയിനിൽ പോയിരുന്നപ്പോൾ എല്ലാ യാത്രക്കാരും എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ബാത്തേം കർണേ ലഗി, സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഗീതഗാന ആ വന്ന യുവാവാണ്. മിഠായി ഗാനലഗി അതും വന്ന യുവാവാണ്. താലിയാൻ ബച്ചാനെ കൈകൊട്ടുന്ന ആളാരാണ്? ആൻസർ ബാത്തേം കർണേ ലഗി. നെക്സ്റ്റ്, ഉസ്കെ മേ നിഹിത് സർവ്വനാമം, വളരെ ഈസി ആയിട്ടുള്ളതാണ് വന്നിരിക്കുന്നത്. വാഹ് പ്ലസ് കെ ആണ് ഉസ്കെ. പിന്നെ നെക്സ്റ്റ്, നമൂനയ്ക്ക് അനുസാരിലേക്ക്, ഇത് നമ്മളൊരു ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതും നമ്മളൊരു ഈ ടെൻസ് നമ്മളും കാൽപരിവർത്തനം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ട്രെയിൻ ചൽത്തി ഹെ, ട്രെയിൻ ഓടിക്കുന്നു. ട്രെയിൻ ചൽ രഹി, ഓടിക്കൊണ്ടിരിക്കുന്നു. വ്യാപാരി ഗീത് ഗാത്താ ഹെ, ഇവിടെ വ്യാപാരി ഗീത് ഗാ രഹാ ഹെ, ഗീത് ഗാ രഹാ ഹെ എന്നാണ് വരേണ്ടത്. നെക്സ്റ്റ്, ബൂട്ട ആദ്മി ക്യാ ബേച്ച്താ ഹെ, ബൂട്ട ആദ്മി എന്താണ് വിറ്റുകൊണ്ടിരുന്നത്? മിഠായിയ. ഇത്രയാണ്. ഓക്കെ മക്കളെ, ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. താങ്ക് യു.